ഡൽഹി കൂട്ടക്കൊലപാതക കേസിൽ വഴിത്തിരിവ്. മുൻ കമാൻഡോയെയും ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് മകൻ അർജുൻ എന്ന് കണ്ടെത്തി. സ്വത്ത് സഹോദരിക്ക് നൽകുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. സൗത്ത് ഡൽഹിയിലെ നേബ്സറായിൽ മുൻ സൈനിക കമാൻഡോ രാജേഷ്, ഭാര്യ കോമൾ, മകൾ കവിത എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വഴിത്തിരിവ്. ഇന്നലെ പുലർച്ചെ 5:30യോടെയാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. പ്രഭാത നടത്തം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ മൂവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ് മകൻ അർജുൻ പോലീസിനെ അറിയിച്ചത്. എന്നാൽ വീട്ടിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ മറ്റ് വിരൽ അടയാളങ്ങളൊന്നും കണ്ടെത്തിയില്ല. മോഷണശ്രമം ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമായി. പോലീസിനെ അറിയിക്കാൻ വൈകിയതും മറ്റു ബന്ധുക്കളെ വിവരമറിയിച്ചതും അർജുൻ തന്നെയാണ് പ്രതിയെന്ന് സംശയിക്കാൻ ഇടയാക്കി. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ അർജുൻ കുറ്റം സമ്മതിച്ചു. സഹോദരിക്ക് സ്വത്തുക്കൾ നൽകുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. ബോക്സിംഗ് താരമായ തന്നോട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ട നിരന്തരം വഴക്കു പറയുന്നതും പ്രകോപനത്തിന് കാരണമായെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയനുസരിച്ച് മാതാപിതാക്കളെയും സഹോദരിയെയും ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. മാതാപിതാക്കളുടെ വിവാഹ വാർഷിക ദിനം തന്നെ കൊലപാതകത്തിനായി പ്രതി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡൽഹി സർവകലാശാലയിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രതി അർജുൻ. 24 ഡൽഹി.